സൗരോർജ്ജ ഉൽപാദനത്തിനായി സോളാർ പാനലുകളെ ആശ്രയിക്കുന്ന കാലമൊക്കെ പഴഞ്ചനാകാൻ പോവുകയാണ്. സോളാർ പാനലിനെ കടത്തിവെട്ടുന്ന പുത്തൻ സൗരോർജ്ജ ഉൽപാദന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നിർമ്മാണ വൈഭവത്തിന് പേരുകേട്ട രാജ്യമായ ചൈനയിലെ ഏതാനും ശാസ്ത്രജ്ഞർ. വരും ഭാവിയിൽ സൗരോർജ്ജ ഉൽപാദന സാങ്കേതിക വിദ്യയിൽ വൻ കുതിച്ചുചാട്ടം നടത്താനുതകുന്ന 4 ടെർമിനൽ പെറോവ്സ്കൈറ്റ് CIGS സിൻഡം സോളാർ സെല്ലുകളാണ് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ പുതു സംവിധാനം 29.36% കാര്യക്ഷമതയോടെ സൗരോർജ്ജ ഉൽപാദനത്തിൽ പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ചൈനയിലെ നോർത്ത് വെസ്റ്റ് നോർമൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ അത്യാധുനിക സോളാർ സെൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പരമാവധി കാര്യക്ഷമതയ്ക്കായി 2 വ്യത്യസ്ത പാളികളോടെയാണ് ഈ പുതിയ ടാൻഡം സോളാർ സെൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ പാളി പെറോവ്സ്കൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ താഴത്തെ പാളിയിൽ കോപ്പർ, ഇൻഡിയം, ഗാലിയം സെലിനൈഡ് അഥവാ CIGS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെറോവ്സ്കൈറ്റ് എന്നത് ക്രിസ്റ്റൽ ഘടനയുള്ള പ്രത്യേകതരം പദാർത്ഥമാണ്. റഷ്യൻ ധാതുശാസ്ത്രജ്ഞനായ ലെവ് പെറോവ്സ്കിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് പെറോവ്സ്കൈറ്റ് ആദ്യമായി കണ്ടെത്തിയത്. ഈ പദാർത്ഥത്തിന്റെ വിവിധ ഗുണങ്ങളെ സംബന്ധിച്ച് വളരെ കാലം മുൻപേ തന്നെ ഗവേഷകർ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പ്രധാനം പെറോവ്സ്കൈറ്റ് അർദ്ധചാലക സ്വഭാവമാണ്. ഇത് ഇലക്ട്രോണിക്സിലും ഒപ്റ്റോ ഇലക്ട്രോണിക്സിലുമുള്ള ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാണ്. പെറോവ്സ്കൈറ്റ് കണ്ടെത്തിയ ആദ്യ നാളുകളിൽ ഈ പദാർത്ഥത്തിന്റെ ക്രിസ്റ്റൽ ഘടന ശാസ്ത്രജ്ഞരെ ഏറെ വലച്ചു. പല ഗവേഷകരും പെറോവ്സ്കൈറ്റ് അധിഷ്ഠിത സോളാർ സെല്ലുകൾ വികസിപ്പിച്ചെടുക്കാൻ മുൻപും പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിരാശയായിരുന്നു ഫലം. കാരണം അവ മതിയായ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചില്ല. മാത്രവുമല്ല ഇവ ഉപയോഗിച്ചുള്ള സോളാർ സെല്ലുകൾ അധിക നാൾ നീണ്ടു നിൽക്കുന്നതുമല്ലായിരുന്നു. ഇതേ തുടർന്ന് പല ഗവേഷകരും പെറോവ്സ്കൈറ്റിനെ അസാധ്യമായ ഒരു വസ്തുവെന്നാണ് വിളിച്ചിരുന്നത്. ചൂടോ ഈർപ്പമോ ഏൽക്കുമ്പോൾ ഈ വസ്തു എളുപ്പത്തിൽ തകർന്നു പോകും. ഇത്രയേറെ നിരാശാജനകമായ പരീക്ഷണ ഫലങ്ങളാണ് ലഭിച്ചതെങ്കിലും ശാസ്ത്രജ്ഞർ പെറോവ്സ്കൈറ്റിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു കളഞ്ഞില്ല. അങ്ങനെ അവർ ഈ പദാർത്ഥത്തെ കൂടുതൽ ശക്തവും കാര്യക്ഷമതയുള്ളതുമാക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരുന്നു. വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ ശ്രമങ്ങൾ ഇപ്പോൾ ചൈനീസ് ഗവേഷക സംഘം ഫലമണിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നത് സൗരോർജ്ജ ഉൽപാദനത്തിലെ ആവേശകരമായ വസ്തുക്കളിൽ ഒന്നായി തീർന്നിരിക്കുകയാണ്. സിലിക്കണുമായി സംയോജിപ്പിച്ചാണ് ഈ നേട്ടം സാധ്യമാക്കിയത്. പെറോവ്സ്കൈറ്റ് സിലിക്കണുമായി സംയോജിപ്പിച്ചപ്പോൾ അതിന്റെ കാര്യക്ഷമത വർദ്ധിക്കുകയുണ്ടായി. പെറോവ്സ്കൈറ്റ് സിലിക്കൺ ടാൻഡം സോളാർ സെല്ലുകൾക്ക് ശ്രദ്ധേയമായ 40% കാര്യക്ഷമതയാണ് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ചൈനീസ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന 40 പെറോവ്സ്കൈറ്റ് CIGS ടാൻഡം സോളാർ സെല്ലുകളുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് പെറോവ്സ്കൈറ്റ് ഇനി മുതൽ ഒരു സൈദ്ധാന്തിക അത്ഭുതം മാത്രമല്ല എന്നുള്ളതാണ്. അങ്ങനെ അവ ഊർജ്ജഭാവിയിൽ നിർണായക സ്ഥാനം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ശാസ്ത്ര സംഘം ഉരുത്തിരിച്ചെടുത്ത പുതിയ സൗരോർജ്ജ ഉൽപാദന സംവിധാനത്തിലെ പെറോവ്സ്കൈറ്റ് പാളി അർദ്ധസുതാര്യമാണ്. ഇത് തന്നെയാണ് ഈ സജ്ജീകരണത്തെ മികവുറ്റതാക്കുന്നത്. പെറോവ്സ്കൈറ്റ് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന സോളാർ സെല്ലിന്റെ മുകളിലത്തെ പാളി വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ താഴത്തെ പാളിയായ കോപ്പർ, ഇൻഡിയം, ഗാലിയം സെലിനൈഡ് അഥവാ CIGS കടത്തിവിടുന്നുള്ളൂ. ഇക്കാരണത്താൽ സൂര്യപ്രകാശം ഒട്ടും പാഴാക്കപ്പെടുന്നില്ല. പെറോവ്സ്കൈറ്റ് ഉയർന്ന ഊർജ്ജമുള്ള പ്രകാശം പൂർണ്ണമായി ആഗീകരണം ചെയ്യുമ്പോൾ CIGS പാളി അതിലൂടെ കടന്നുപോകുന്ന കുറഞ്ഞ ഊർജ്ജമുള്ള പ്രകാശത്തെ ആഗീകരണം ചെയ്യുന്നു. ഈ വിധമുള്ള സംയോജിത പ്രവർത്തനത്താൽ ഈ ഇരുപാളികളും ഒരു സിംഗിൾ ലെയർ സോളാർ പാനലിന് ഒരിക്കലും കൈവരിക്കാൻ കഴിയാനാവാത്തത്ര അളവിലുള്ള സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ ചൈനീസ് ഗവേഷകർ സോളാർ പാനലുകൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അവർ അവയെ പൂർണ്ണമായ പ്രകടന നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. കൂടുതൽ മികച്ചതും ശക്തവും ശുദ്ധവുമായ ഊർജത്തിന്റെ ഭാവി ഇനി പെറോവ്സ്കൈറ്റ് അധിഷ്ഠിത സോളാർ സെല്ലുകളിൽ ഭദ്രമാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും വ്യവസായങ്ങളും ശുദ്ധവും കൂടുതൽ കാര്യക്ഷമവുമായ ഊർജത്തിനായി പരിശ്രമിക്കുമ്പോൾ ഈ പുതിയ സോളാർ സെൽ ഊർജോൽപാദന രംഗത്ത് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.